ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് പവർ സിസ്റ്റംസ് ആണ്. പവർ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ പ്രൊട്ടക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രൊട്ടക്ഷനിൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് റിലേകൾ പഠിച്ചു. റിലേകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ റിലേയിലെ ഡിസ്റ്റൻസ് റിലേ നമ്മൾ നോക്കി. സിമിലർലി നമ്മൾ അതിൻ്റെ ടൈപ്പുകൾ നോക്കി അല്ലേ. റിയാക്റ്റൻസ്, ഇമ്പിഡൻസ് മുതലായ നോക്കി. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ റിലേ ആണ്. ഓക്കെ, ഇതൊരു കൺസെപ്റ്റാണ് ആക്ച്വലി ഡിഫറൻഷ്യൽ. ഓക്കെ, ഇത് കുറേ എക്യുപ്മെൻ്റ് പ്രൊട്ടക്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, എന്താണ് നമ്മുടെ ഡിഫറൻഷ്യൽ റിലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ലെവല്. അപ്പോൾ നമ്മളിവിടെ ഈ കണ്ടീഷനിൽ ഡിഫറൻഷ്യൽ എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ നമുക്ക് ആലോചിക്കാം അല്ലേ. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ് ഇവിടെ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ റിലേ ഇറ്റ് ഓപ്പറേറ്റ്സ് വെൻ, എപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? വെൻ ഫേസർ ഡിഫറൻസ്. ഓക്കെ, വെൻ ഫേസർ ഡിഫറൻസ് ഓഫ് two or more സിമിലർ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്, രണ്ടോ അല്ല അതിലധികമോ സിമിലർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഫേസർ ഡിഫറൻസ് ഇഫ് ഇറ്റ് എക്സീഡ്സ് എ പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ. ഓക്കെ, ഒരു പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂയെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റിലേ ഓപ്പറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത് രണ്ട് ക്വാണ്ടിറ്റി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ റിലേ ഓപ്പറേറ്റ് ചെയ്യും. ഇതിൻ്റെ വേറൊരു വേർഷനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളുടെ ആ റിലേയിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി ഒരു പ്രീസെറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ നേക്കാൾ കൂടി കഴിഞ്ഞാൽ റിലേ ഓപ്പറേറ്റ് ചെയ്യും. ഇവിടെ അതിന് പകരം ആ കറണ്ടിന് പകരം എന്ത് ചെയ്യുന്നു? ആ കറണ്ടിൻ്റെ ഡിഫറൻസുകൾ കാണുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായില്ലേ? സോ സിമ്പിൾ. ഓക്കെ, അപ്പം നമുക്ക് ആക്ച്വലി ഈ ഡിഫറൻഷ്യൽ റിലേ രണ്ട് ക്വാണ്ടിറ്റി, നമ്മൾ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് പറയുമ്പോൾ മേജറായിട്ട് ഡീൽ ചെയ്യുന്നത് വോൾട്ടേജും കറണ്ടും തന്നെയാണ്. ഓക്കെ, വോൾട്ടേജും കറണ്ടും തന്നെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കറണ്ട് ഡിഫറൻഷ്യൽ റിലേയും വോൾട്ടേജ് ഡിഫറൻഷ്യൽ റിലേയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കറണ്ട് ഡിഫറൻഷ്യൽ റിലേയുടെ കേസാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് വരിക? അതായത് കറണ്ട് ഡിഫറൻസ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡിഫറൻസ് കാണണം അല്ലേ. അപ്പോൾ കറണ്ട് ഡിഫറൻസ് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ഒരു സ്ഥലത്ത് എൻ്റർ ചെയ്യും. ഓക്കെ, കറണ്ട് എൻ്ററിങ് എ സെക്ഷൻ, അതുപോലെ തന്നെ ഇറ്റ് കമ്പയർസ് ദ കറണ്ട് എൻ്ററിങ് എ സെക്ഷൻ വിത്ത് ദ കറണ്ട് ലീവിങ് ദ സെക്ഷൻ. ഒരു സെക്ഷനിലെ കറണ്ടിൻ്റെ എൻ്ററിങ്ങും ലീവിങ്ങും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിഫറൻഷ്യൽ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഈ കറണ്ട് എൻ്ററിങ്ങും കറണ്ട് ലീവിങ്ങും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ കണ്ടീഷൻ പോസിബിൾ ആവില്ല. പക്ഷേ എപ്പോഴാണ് വരുന്നത്? when there is a difference between the incoming current, നമ്മുടെ ഇതിലേക്ക് വരുന്ന കറണ്ട്, ഇൻകമിങ് കറണ്ടും ആൻഡ് ഔട്ട് ഗോയിങ് കറണ്ടും. ഓക്കെ, അപ്പോൾ ഇൻകമിങ് കറണ്ടെന്നും ഔട്ട് ഗോയിങ് കറണ്ടിൻ്റെ ഒരു ഡിഫറൻസ് നമ്മുടെ റിലേ ഓപ്പറേറ്റിംഗ് കോയിലിലെ ഫ്ലോ ചെയ്യുവാണെങ്കിൽ ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെ ഫ്ലോ ചെയ്യണം? ആ ഫ്ലോ ചെയ്യുന്ന സാധനം ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ യുവർ പിക്കപ്പ് വാല്യൂ.
അല്ലെങ്കിൽ നമ്മുടെ പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ. ആ ഡിഫറൻസ് ഓഫ് കറണ്ട്, ഇൻകമിങ് കറണ്ട് ഔട്ട്ഗോയിങ് കറണ്ട്, ആ ഡിഫറൻസ് ഓഫ് കറണ്ട് നമ്മുടെ റിലേ ഓപ്പറേറ്റിംഗ് കോയിലിൽ ഫ്ലോ ചെയ്യണം. ആ ഫ്ലോ ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പിക്കപ്പ് വാല്യൂ ദെൻ നമുക്ക് പറയാം റിലേ ഓപ്പറേറ്റ്സ്. ക്ലിയർ? റിലേ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇറ്റ് ഓപ്പൺസ് ദ സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് ഐസൊലേറ്റ് ദ ഫോൾട്ടി സെക്ഷൻ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ കറണ്ടിന്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഡിഫറൻസ് പിക്കപ്പ് വാല്യൂയേക്കാൾ കൂടിക്കഴിഞ്ഞാൽ റിലേ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? നേരത്തെ നമ്മൾ വെറുതെ സിംപ്ലി ഒരു കറണ്ട്, ഏതൊരു കറണ്ട് ഗ്രേറ്റർ ദാൻ പിക്കപ്പ് വാല്യൂ, ഇവിടെ കൃത്യമായിട്ട് ആ വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും അതിന്റെ ഡിഫറൻസ് ഇൻ കറണ്ടുകൾ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ആയിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, നമുക്കൊരു ഈ ഡിഫറൻഷ്യൽ റിലേ 2 ടൈപ്പ് അനാലിസിസ് വരുന്നുണ്ട്. ഒന്ന് കറണ്ട് ബാലൻസ് പ്രൊട്ടക്ഷനും, ഓക്കെ, ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ കറണ്ട് ബാലൻസ്ഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനും, അതുപോലെ തന്നെ രണ്ടാമത്തത് വോൾട്ടേജ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 ക്വാണ്ടിറ്റികളിലെയും ഇത് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ജനറൽ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ആദ്യം നോക്കുന്നത് കറണ്ട് ഡിഫറൻഷ്യൽ റിലേ നോക്കാം. സോ ഫസ്റ്റ് കറണ്ട് ഡിഫറൻഷ്യൽ റിലേ. കറണ്ട് ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 2 സെക്ഷനുകളാണ് വരിക. ഓക്കെ, നമ്മൾ 2 സെക്ഷനുകളാണ് വരിക. അപ്പോൾ ഈ 2 സെക്ഷനിലെയും നമ്മൾ എന്ത് വെച്ചാൽ 2 കറണ്ട് ട്രാൻസ്ഫോമറുകൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ 2 സെക്ഷനുകളിലും 2 കറണ്ട് ട്രാൻസ്ഫോമറുകളെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ജനറലി പറയുവാണെങ്കിൽ എന്താ ഇവിടെ 2 കറണ്ടുകൾ വരും. ഓക്കെ, ഇവിടെ 2 കറണ്ടുകൾ വരും. ഇത് നമ്മുടെ I1 കറണ്ട്, സിമിലർലി ഇതാണ് നമ്മുടെ ലീവിങ് കറണ്ട് I2. ഓക്കെ, ഇവിടെ നമ്മളൊരു വൈൻഡിങ് വെക്കുന്നു. ഇതാണ് CT1, ഇത് CT2 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെ കറണ്ട് വന്ന് ഇതിലെ I1 വരുന്നു, ഇതിലെ I1 പോകുന്നു. സിമിലർലി ഇതിലെ I2 ഇങ്ങോട്ടേക്ക് I2. ക്ലിയർ? ഇത്രയുമാണ് ഉള്ളത്. ഓക്കെ, ഇത് നമ്മുടെ സാധാ വൈൻഡിങ്ങും ഓൾട്ടർനേറ്ററോ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്ററിൻ്റെ വൈൻഡിങ്ങും. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോയിൽ ഓഫ് ഓവർ കറണ്ട് റിലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോയിൽ, അതായത് റിലേ ഓപ്പറേറ്റിംഗ് കോയിൽ. അപ്പോൾ നമ്മളിവിടെ എന്താ അനലൈസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ 2 ഐഡൻറ്റിക്കൽ CTs എടുത്തു. അതിന് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വൈൻഡിങ് വെച്ച് ജോയിൻ ചെയ്തു. ഓക്കെ, ദെൻ ഈ സെക്കൻഡറി ഓഫ് ദ CTൻ്റെയും ഇതിൻ്റെയൊക്കെ കറണ്ടൊക്കെ എന്താണ്? സെയിം ആണ്. പിന്നെ ഇവിടെ ഈ ഓപ്പറേറ്റിംഗ് കോയിൽ നമ്മൾ ഓവർ കറണ്ട് റിലേ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ നടുവിലത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ റിലേ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ കറണ്ട് I1 ഈ കറണ്ട് I2 ഒക്കെ ഇങ്ങനെ ഈക്വലി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നോർമൽ കണ്ടീഷനിൽ. അപ്പം കറണ്ട്സ് ഒക്കെ സെയിം ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഡിഫറൻഷ്യൽ റിലേയിലെ, അതായത് ഈ റിലേ, ഇതാണ് ഓപ്പറേറ്റിംഗ് കോയിലിലെ ഈ ഡിഫറൻഷ്യൽ റിലേ, ഈ റിലേയിലെ കറണ്ടൊന്നും പോയിക്കൊണ്ടിരുന്നില്ല, അതായത് സർക്കുലേറ്റ് ചെയ്യുന്ന വേറെ കറണ്ടുകളൊന്നും പോയില്ല. പക്ഷേ ഇഫ്
അണ്ടർ അബ്നോർമൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഇഫ് നോട്ട് നോർമൽ കണ്ടീഷൻ അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഈ കറൻസ് എന്താവില്ല, ഈക്വൽ ആവില്ല. ശരിയല്ലേ? ഈ കറൻസ് ഈക്വൽ ആവില്ല എന്ന് മാത്രമല്ല, ഇവ തമ്മിൽ ഡിഫറൻസ് ഇൻ കറണ്ട് ഫോം ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ I1 മൈനസ് I2. ക്ലിയർ? അപ്പോൾ I1 മൈനസ് I2 അല്ലെങ്കിൽ I2 മൈനസ് I1 ഏതാണ് വലുത് അതിനനുസരിച്ച്. അപ്പോൾ ആ I2 മൈനസ് I1 ഇതിൽ ഫ്ലോ ചെയ്യും. ഏതിൽ ഫ്ലോ ചെയ്യും? ഈ റിലേ ഓപ്പറേറ്റിംഗ് കോയിലിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ അതിനെയാണ് ഇവിടെ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് I2 മൈനസ് I1. ക്ലിയർ? അപ്പോൾ ഈ ഡിഫറൻസ് ഇൻ റിലേ ഇതിൽ ഫ്ലോ ചെയ്ത് ആ റിലേ ഏതിനേക്കാൾ കൂടുതലാവും, ആ റിലേ എന്ന് പറയും ആ റിലേ അല്ല, ആ കറണ്ട് എന്ന് പറയുന്ന നമ്മുടെ പ്രീസെറ്റ് വാല്യൂയേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ റിലേ ഓപ്പറേറ്റ് ചെയ്യും. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ ഡയഗ്രാം. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കുക, നമ്മുടെ റിലേ ഈ ഡിഫറൻസ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോയിലിൽ ഫ്ലോ ചെയ്യുന്നത്. ഏത്? നമ്മുടെ I2 മൈനസ് I1 അല്ലേ? ഇത് ഗ്രേറ്റർ ദാൻ പിക്കപ്പ് കറണ്ട് ആണെങ്കിലാണ് റിലേ എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ റിലേ എപ്പോഴും ഒരു ഇന്റേണൽ ഫോൾട്ടിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇന്റേണൽ ഫോൾട്ടുകൾ വരുമ്പോഴാണ് ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലാതെ എക്സ്റ്റേണൽ ഫോൾട്ടുകളിലല്ല. ഓക്കെ, ഇനി എന്താണ് ഈ ഡിഫറൻഷ്യൽ റിലേയുടെ ഡിസഡ്വാൻറ്റേജുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു ഡിഫറൻഷ്യൽ കറണ്ട് മതി നമ്മുടെ റിലേ എന്താവും? ഓപ്പറേറ്റ് ആവും. ഓക്കെ, സ്മോൾ ഡിഫറൻഷ്യൽ കറണ്ട് ഉണ്ടെങ്കിലും റിലേ ഓപ്പറേറ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് ട്രിപ്പ് ആവാനുള്ള സാധ്യത, അത് വെരി സെൻസിറ്റീവ് സാധനമാണിത്. ഓക്കെ, ചെറിയൊരു ഡിഫറൻഷ്യൽ കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഓപ്പറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ചെറിയ ഓപ്പറേറ്റിംഗ് കറണ്ട് വെച്ചാൽ അവിടെ ചെറിയൊരു ലീക്കേജ് കറണ്ട് ഫ്ലോ ആയാലും മതി. ഓക്കെ, ലീക്കേജ് കറണ്ട് ഫ്ലോ ആണെങ്കിലും റിലേ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പറയാനായിട്ട് ഉള്ളത്. അപ്പം ഇങ്ങനെ ചെറിയൊരു ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഒരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ വെരി സെൻസിറ്റീവ് ആണിത്. പിന്നെ ഓർക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കേബിളുകൾ പൈലറ്റ് കേബിൾസ് ആണ്. ഓക്കെ, പൈലറ്റ് കേബിൾസ്. അപ്പം ഈ പൈലറ്റ് കേബിൾസിൻ്റെ ഇമ്പിഡൻസ് കാരണമാണ് ആക്ച്വലി ഇവിടുത്തെ ഈ കറണ്ടുകൾ തമ്മിലൊരു സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ലൈറ്റ് ഡിഫറൻസ് വന്നാൽ തന്നെ നമുക്ക് ആ റിലേ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ രണ്ട് സീറ്റുകളും കണക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ത്രൂ കണ്ടക്ടേഴ്സ്. ഓക്കെ, ആ കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് പൈലറ്റ് കേബിൾ. ഓക്കെ, അപ്പം ഈ എപ്പോഴാണ് അല്ലെങ്കിൽ നമ്മളിത് എപ്പോഴാണ് പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ രണ്ട് സെക്ഷനുകളും വളരെ ദൂരെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ പൈലറ്റ് കേബിളിൻ്റെ ഇമ്പിഡൻസ് എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും. ക്ലിയർ? അപ്പോൾ ആ ഇമ്പിഡൻസുകളിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ തന്നെ അവിടെ പ്രശ്നം വരും. അതുകൊണ്ടാണ് നമ്മൾ സെൻസിറ്റീവ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ റിലേയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനെ കമ്പൈൻ ചെയ്ത് തന്നെ പഠിക്കുന്നതാണ് ബയാസ്ഡ് ബീം റിലേ. ഓക്കെ, ബയാസ്ഡ് ബീം റിലേ. ഓക്കെ, ഇതിനെ നമ്മൾ ബയാസ്ഡ് ബീം റിലേ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഡിഫറൻഷ്യൽ റിലേ എന്ന് വിളിക്കാം. പേഴ്സൻറ്റേജ് ഡിഫറൻഷ്യൽ റിലേ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബയാസ്ഡ് ബീം എന്ന് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ബയാസ്ഡ് ഡിഫറൻഷ്യൽ റിലേ എന്ന് വിളിക്കാം. ബയാസ്ഡ് ഡിഫറൻഷ്യൽ റിലേ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. ക്ലിയർ? നമ്മൾ ഈ ഡിഫറൻഷ്യൽ റിലേയുടെ ഈ രണ്ട് കറണ്ടിൻ്റെ ഡിഫറൻസുകൾ എന്നുള്ള ലെവലല്ലേ പഠിച്ചേ. ഇതിനെ നമുക്ക് ആക്ച്വലി മേഴ്സ് പ്രൈസ് പ്രൊട്ടക്ഷൻ എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ മേഴ്സ് പ്രൈസ് റിലേ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക ഈ രണ്ട് ഡിഫറൻസ് വെച്ചിട്ട് കറണ്ട് കാണുന്നതിനാണ് നമ്മൾ മേഴ്സ് പ്രൈസ് റിലേ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ബയാസ്ഡ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ കറണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ കറണ്ട് ഇൻ ദ ടേംസ് ഓഫ് എ ഫ്രാക്ഷണൽ. ഓക്കെ, ഒരു ഫ്രാക്ഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് ബയാസ്ഡ് ബീം റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബയാസ്ഡ് ബീം റിലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരെ ഇത് കറക്റ്റാണ്. അതായത് ഇവിടെ വരെ, അതായത് നമ്മളിവിടെ രണ്ട് CT ഒക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ വരയ്ക്കാം. ഇവിടെ നമ്മൾ CT വരയ്ക്കുന്നു, പുറത്ത് വരയ്ക്കാം.
ഓക്കെ, നമ്മൾ സീറ്റ് വരയ്ക്കുന്നു. ഇവിടെ നമ്മുടെ ഓൾട്ടർനേറ്റർ വൈൻഡിങ്, ഇവിടെ അടുത്ത സീറ്റിൻ്റെ കണക്ഷൻ, വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെ 2 കോയിലുകൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 2 കോയിലുകൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. സെയിം കൺസെപ്റ്റ് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 2 കോയിലുകൾ പ്ലേസ് ചെയ്യുന്നു. 2 കോയിലുകളും എന്താണ്, ദേ ആർ കണക്റ്റഡ്. ഇതിൻ്റെ 2ൻ്റെയും സ്ഥലത്ത് നിന്ന് ഓക്കെ, ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ട്രിപ്പ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ CTs ട്രിപ്പ് സർക്യൂട്ടിൽ ഓർക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓപ്പറേറ്റിംഗ് കോയിൽ എന്ന് പറയുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോയിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആരും ഉണ്ടാവും, റീസ്ട്രെയിനിങ് കോയിലും ഉണ്ടാവും. ഓക്കെ, റീസ്ട്രെയിനിങ് കോയിലും ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഓവർ കറണ്ട് ബാലൻസ്ഡ് ബീം റിലേ ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ നേരത്തെ സാധാരണഗതിയിൽ ഓപ്പറേറ്റിംഗ് കോയിൽ മാത്രമേ പറയായിരുന്നുള്ളൂ. അഡീഷണൽ ആയിട്ട് ഒരു റീസ്ട്രെയിനിങ് കോയിലും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ആ റീസ്ട്രെയിനിങ് കോയിൽ വന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം അത് നമ്മുടെ ഓപ്പോസിറ്റ് കോയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഫോഴ്സിങ് ഓപ്പറേറ്റിംഗ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഫോഴ്സ് ആയിരിക്കും അല്ലേ. അപ്പം നോർമൽ കണ്ടീഷനിൽ നമ്മുടെ നോർമൽ കണ്ടീഷനിൽ അതുപോലെ തന്നെ ലോഡ് കണ്ടീഷനിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റീസ്ട്രെയിനിങ് കോയിൽ ഓപ്പറേറ്റിംഗ് കോയിൽ കീഴിലേക്ക്. ഓക്കെ, അപ്പം റിലേ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഒരു ഇന്റേണൽ ഫോൾട്ട് ഒക്കർ ചെയ്തെന്നായിരിക്കും. ഒരു ഇന്റേണൽ ഫോൾട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ഫോഴ്സ് വിൽ ബി എക്സീഡിങ് എ ബയാസ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, നമ്മളൊരു ബയാസ് ഫോഴ്സിനേക്കാൾ കൂടുതലായിട്ട് ഒക്കർ ചെയ്തു എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെ ബയാസ് ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ റിലേ എന്താവും, റിലേ ട്രിപ്പ് ആവും, സർക്യൂട്ട് ബ്രേക്കർ എന്താവും, ഓപ്പൺ ആവും. ഓക്കെ, ഈ ബയാസ് ഫോഴ്സിനെ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ബൈ ടേക്കിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ഓൺ റീസ്ട്രെയിനിങ് കോയിൽ. ഓക്കെ, നമ്മൾ റീസ്ട്രെയിനിങ് കോയിൽ നമ്പർ ഓഫ് ടേൺസ് എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? അതിനാണ് ഞാൻ നേരത്തെ നമ്മളൊരു ഈക്വലന്റ് സർക്യൂട്ട് വരച്ചിരുന്നില്ല. ഇവിടുത്തെ I2 - I1. അപ്പോൾ ഈ I2 - I1 ആണ് നമ്മളെ ഓപ്പറേറ്റിംഗ് കോയിലിന്റെ ഡിഫറൻഷ്യൽ കറണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻഷ്യൽ കോയിലിന്റെ ഓപ്പറേറ്റിംഗ് കറണ്ട് എന്തിന് പ്രപ്പോർഷനാണ്? I2 - I1 പ്രപ്പോർഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പെർസെൻറ്റേജ് റിലേയുടെ ഇത് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ റീസ്ട്രെയിനിങ് കോയിലിലെ കറണ്ട് വിൽ ബി പ്രപ്പോർഷണൽ ടു 2 കറണ്ടിൻ്റെയും ആവറേജിനാണ് എന്ത് പ്രപ്പോർഷണൽ. ക്ലിയർ? നമ്മുടെ 2 കറണ്ടിൻ്റെ ആവറേജിനെയാണ് നമ്മൾ ഈ I1 - I2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് കോയിലിലെ കറണ്ട് അല്ലേ. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് കോയിലിലെ കറണ്ട് ഈ 2 കറണ്ടിൻ്റെയും ആവറേജിന് പ്രപ്പോർഷണലാണ്. കാരണം നിങ്ങളുടെ റീസ്ട്രെയിനിങ് കോയിൽ 2ൻ്റെയും മിഡ് പോയിന്റാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് കോയിലിലെ കറണ്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഏത് കറണ്ട്? ഈ ആവറേജ് ഓഫ് കറണ്ട്സിന് ഗ്രേറ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഇതിനാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബയാസ് ആണെങ്കിൽ ഈ നമ്പർ ഓഫ് ടേൺസ് ഓൺ റീസ്ട്രെയിനിങ് കോയിലിൽ പ്രപ്പോർഷനാണ്. അതുകൊണ്ട് ഈ ആവറേജ് കാണുമ്പോൾ എപ്പോഴും റീസ്ട്രെയിനിങ് കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ആയ NR റെപ്രസെന്റ് ചെയ്ത NRനെയും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ വരികയാണ്. ഓക്കെ, അപ്പോൾ ഈ ബയാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിവിടെ ആംബിയർ ടേൺസ് എന്ന കൺസെപ്റ്റ് എടുക്കുന്നത്. കാരണം നമ്മൾ നമ്പർ ഓഫ് ടേൺസും കൂടി കൺസിഡർ ചെയ്യണം. ഏത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബയാസിങ് അല്ലെങ്കിൽ ബയാസ്ഡ് ബീമിലെ ബയാസ് ഈസ് പ്രപ്പോർഷണൽ ടു യുവർ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസും കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഓഫ് ടേൺസും നമ്മുടെ കറണ്ടും രണ്ടും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ NI എല്ലാ സ്ഥലത്തും വരിക. NI എന്ന് പറഞ്ഞാൽ ആരാണ്? ആംബിയർ ടേൺസ് ആണ് അല്ലേ. അപ്പോൾ ആംബിയർ ടേൺസ് ആണ് ഇവിടെ കൺസിഡറേഷൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ എഴുതുക, ആംബിയർ ടേൺസ് ഓഫ് ഓപ്പറേറ്റിംഗ് കോയിൽ. ഓക്കെ, ഓപ്പറേറ്റിംഗ് കോയിലിലെ ആംബിയർ ടേൺസ് എന്ത് ഗ്രേറ്റർ ആവണം? ഗ്രേറ്റർ ദാൻ ആംബിയർ ടേൺസ് ഓഫ് യുവർ റീസ്ട്രെയിനിങ് കോയിൽ. ഓക്കെ, ആംബിയർ ടേൺസ് ഓഫ് ഓപ്പറേറ്റിംഗ് കോയിൽ നമുക്കറിയാം. ഇഫ് സപ്പോസ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോയിലിലെ ഈ ഓപ്പറേറ്റിംഗ് കോയിലിലെ സാധനങ്ങളൊക്കെ O കൊണ്ടും റീസ്ട്രെയിനിങ്ങിനെ R കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി I0 N0. ശരിയല്ലേ? ഗ്രേറ്റർ ദാൻ. ഇവിടെ നമ്മൾ കറണ്ടുകൾ എങ്ങനെ എടുക്കണം? ആവറേജ് എടുക്കണം. റീസ്ട്രെയിനിങ് കോയിൽ രണ്ട് മിഡ് പോയിന്റ് ആയതുകൊണ്ട് എന്താണ്? ആവറേജ് കറണ്ടാണ് വരിക. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് I1 + I2/2 × NR. ക്ലിയർ? അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് വരുന്നത്. ഈ I1 + I2 ഒരു സാധനം രണ്ട് ക്വാണ്ടിറ്റിയുടെ ഡിവൈഡഡ്/2 എന്ന് പറഞ്ഞാൽ അത് ആവറേജ് കറണ്ട് അല്ലേ വരിക. അപ്പോൾ നമുക്ക് എഴുതാം എന്ത്? I0 N0 ഈസ് ഗ്രേറ്റർ ദാൻ I average × NR. ഓക്കെ, ഈ I0 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? I0 എന്ന് പറഞ്ഞാൽ രണ്ടിനും ഡിഫറൻസ് അല്ലേ, I1 - I2. കാരണം അത് അങ്ങനെയല്ലേ നമുക്ക് ഓപ്പറേഷൻ ഡിഫറൻഷ്യൽ റിലേ എന്നുള്ള കാര്യം വരുന്നുള്ളൂ. അപ്പോൾ ആ I1 - I2 ആണ് നമ്മളുടെ I0 എന്നുള്ള കാര്യം ഓർത്ത് വെക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് I0 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ NR/N0 × I average. ഇതാണ് നിങ്ങളുടെ ഓപ്പറേഷനുള്ള കണ്ടീഷൻ. വേർ യുവർ I0 ഈസ് I1 - I2 ആൻഡ് യുവർ I average ഈസ് I1 + I2/2. ക്ലിയർ? സോ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ഒരു ബയാസ്ഡ് ബീം റിലേ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡിഫറൻഷ്യൽ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ നേരത്തെ I1 - I2 ആയി ഓപ്പറേറ്റിംഗ് കോയിൽ ഗ്രേറ്റർ ദാൻ യുവർ പിക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ പിക്കപ്പ് വാല്യൂ. ക്ലിയർ? അപ്പോൾ ആ പിക്കപ്പ് വാല്യൂ ഇവിടെ ഇങ്ങനെയാണെന്നുള്ള ലെവലിൽ ഓർത്ത് വയ്ക്കുക. ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഡിഫറൻസ് ഓഫ് കറണ്ട്സ് ആണെന്നും കൂടിയുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു ബയാസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ദ NR/N0. ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ബയാസ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ റേഷ്യോ, റീസ്ട്രെയിനിങ്ങിലെ നമ്പർ ഓഫ് ടേൺസ് ബൈ ഓപ്പറേറ്റിംഗ് നമ്പർ ഓഫ് ടേൺസിനെ ബയാസ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ബയാസ് ഒക്കെ ഈക്വൽ ആവും എപ്പോൾ? ഇഫ് യുവർ NR/N0 ഈസ് ഈക്വൽ ടു I0/I average. I0/I average എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് പറയുക? ബയാസ് ഈക്വൽ ആയി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ബയാസ് എന്ന് പറഞ്ഞാൽ റീസ്ട്രെയിനിങ് ബൈ ഓപ്പറേറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് I/I average. ഓക്കെ, ഇത് ഈക്വൽ ആവുന്ന സമയത്ത്, ഓക്കെ, ഇത് ഈക്വൽ ആവുന്ന സമയത്താണ് ഈ കണ്ടീഷൻ. അപ്പോൾ ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പോലെ ഫ്രെയിം ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മുടെ ജനറൽ റിലേ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്. റിലേ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണ്. ഇതിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു സാധനം തന്നെ അതിൻ്റെ വാല്യൂ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ അടുത്ത കേസ് നമ്മൾ പറയുന്നത് വോൾട്ടേജ് ബാലൻസ് ഡിഫറൻസ് റിലേ ആണ്. ഓക്കെ, കറണ്ട് ബാലൻസ് കഴിഞ്ഞു. അതിന് വോൾട്ടേജ് ബാലൻസ് ഡിഫറൻഷ്യൽ റിലേ. ഓക്കെ, വോൾട്ടേജ് ബാലൻസ് ഡിഫറൻഷ്യൽ റിലേ. ഓക്കെ, ഇവിടെ നമ്മൾ കറണ്ട് ബാലൻസിന് പകരം നമ്മൾ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? നമ്മൾ എടുക്കാനുള്ള ശ്രമം. അതായത് നേരത്തെ അതേ ഫിഗർ തന്നെയാണ്. രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? നമ്മൾ വോൾട്ടേജസ് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ
പറയുവാണെങ്കിൽ ഓക്കെ, നേരത്തെ സെയിം സംഭവം തന്നെയാണ്. ഇത് നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ വൈൻഡിങ്, നമ്മുടെ റിലേ ഓപ്പറേറ്റിംഗ് കോയിൽ. ഓക്കെ, റിലേ കറണ്ട് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ E1. ഓക്കെ, സിമിലർലി ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ E2. ഓക്കെ, അപ്പോൾ E1 E2 എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷനിൽ രണ്ട് EMF എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് ആണ് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ സെക്കൻഡറി ഓഫ് വൈൻഡിങ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന നോർമൽ കണ്ടീഷനിൽ EMFകൾ എന്തായിരിക്കും? ഓപ്പോസിറ്റിലായിരിക്കും. അതായത് ഹെൽത്തി കണ്ടീഷനിൽ നിങ്ങളുടെ കറണ്ട് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡറി വോൾട്ടേജുകൾ എന്താണ്? ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. പക്ഷേ ഇത് ഡിഫറൻസ് ആവുമ്പോൾ നിങ്ങളുടെ ഈ വോൾട്ടേജുകൾ എന്താവില്ല? ബാലൻസ് ആവില്ല. ദേ ആർ നോട്ട് ബാലൻസ്ഡ്. അപ്പോൾ ആ വോൾട്ടേജ് ഡിഫറൻസ് എന്ത് ചെയ്യും? ഈ റിലേ ഓപ്പറേറ്റിംഗ് കോയിലിൽ ഫ്ലോ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ഇത് ട്രിപ്പ് ആവും. മനസ്സിലായി? നേരത്തെ അതേ ഫിനോമിനൻ തന്നെ അവിടെ കറണ്ടിന് പകരം എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് വരുന്നു. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ബാലൻസിന് കുറച്ച് ഡിസഡ്വാൻറ്റേജുകളുണ്ട്. ഓക്കെ, വോൾട്ടേജ് ബാലൻസിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ്. അതായത് നമ്മളൊരു മൾട്ടി ട്രാൻസ്ഫോമർ കൺസ്ട്രക്ഷൻ ആവശ്യം വരും. ഓക്കെ, ഇതിന് അതായത് വോൾട്ടേജ് ബാലൻസ് നമ്മളുടെ ഈ CT പെയറിൽ ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടി ഗ്യാപ്പ് ട്രാൻസ്ഫോമർ കണക്ഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വോൾട്ടേജ് ബാലൻസ് പോസിബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ ഈ സിസ്റ്റം സ്യൂട്ടബിൾ ആവുന്നത് ഫോർ കേബിൾസ് ഓഫ് വെരി ഷോർട്ട് ലെങ്ത്തിന് മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. ലോങ് കേബിൾസിൽ നമ്മളുടെ കറണ്ട് ഈ വോൾട്ടേജ് ബാലൻസ് അത്ര സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അങ്ങനെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ആ രണ്ട് ഡിസഡ്വാൻറ്റേജുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ട്രാൻസ്ലേ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, ട്രാൻസ്ലേ സിസ്റ്റവും ഇറ്റ് ഈസ് ആക്ച്വലി എ മോഡിഫൈഡ്, ട്രാൻസ്ലേ എന്ന് പറയുന്നത് മോഡിഫൈഡ് ബാലൻസ്ഡ് വോൾട്ടേജ് സിസ്റ്റം. ഓക്കെ, ബാലൻസ്ഡ് വോൾട്ടേജ് സിസ്റ്റത്തിൻ്റെ മോഡിഫൈഡ് വേർഷനെയാണ് നമ്മൾ ട്രാൻസ്ലേ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ലേ സിസ്റ്റം ഈസ് നത്തിങ് ബട്ട് ഈസ് ദ മോഡിഫൈഡ് ഫോം ഓഫ് വോൾട്ടേജ് ബാലൻസ് സിസ്റ്റം. ഓക്കെ, വോൾട്ടേജ് ബാലൻസ് സിസ്റ്റത്തിൻ്റെ മോഡിഫൈഡ് ഫോമിനെയാണ് നമ്മൾ ട്രാൻസ്ലേ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, ഇപ്പോൾ ഈ ട്രാൻസ്ലേ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ സാധാരണ വോൾട്ടേജ് ബാലൻസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെയും ബാലൻസ് ഇങ്ങനെ ഒപ്പോസിഷനാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒപ്പോസിഷൻ ഈസ് ഡൺ ബിറ്റ്വീൻ ദ വോൾട്ടേജസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽസ് വൂണ്ട് ഓൺ ദ റിലേ മാഗ്നറ്റ്സ്. ഓക്കെ, റിലേ മാഗ്നറ്റ്സിൽ വൂണ്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഇതാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ അവിടെ ലൈൻ CTയിൽ ഉള്ള വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ ട്രാൻസ്ലേ സിസ്റ്റത്തിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി കോയിൽസ് വൂണ്ട് ഓൺ റിലേ മാഗ്നറ്റ്സിലുള്ള വൂണ്ട് ചെയ്ത വോൾട്ടേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ മാത്രമാണ് അത് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് നമുക്കവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതോടുകൂടി നമുക്ക് റിലേയുടെ മേജറായിട്ടുള്ള എല്ലാ ഫോൾട്ടുകളും നമുക്ക് ഫിനിഷായി. ഓക്കെ, ഫിനിഷായി. അതായത് റിലേൻ്റെ ടൈപ്പുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, ഈ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണിത്, എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ബസ് ബാർസ് ആൻഡ് ലൈൻസ് ആണ്. ഓക്കെ, ബസ് ബാറുകളും പ്രൊട്ടക്ഷൻ ഓഫ് യുവർ ബസ് ബാർസ് ആൻഡ് ലൈൻസ്. ഓക്കെ, ഇനിയുള്ളതൊക്കെ നമുക്ക് അധികം എക്സ്പ്ലനേറ്ററി ആവശ്യം വരുന്നില്ല, നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പോകേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഓക്കെ, ബസ് ബാറുകളും ലൈനുകളെയും പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ബസ് ബാർ ആൻഡ് ലൈൻസ്. ഓക്കെ, ട്രാൻസ്മിഷൻ ലൈൻസ് അല്ലെങ്കിൽ നമുക്ക് ഫീഡേഴ്സ് എന്നുള്ള ലെവലിൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാം.
അപ്പോൾ ബസ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ് സർക്യൂട്ടുകളിൽ നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലിങ്കാണ് നമ്മുടെ ആക്ച്വലി എന്ത് ബസ് ബാർ, ശരിയല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് നമ്മൾ ബസ് ബാറിൽ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവും അല്ലേ? അപ്പോൾ സപ്ലൈ എന്താവും, സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ വേണം അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് ബസ് ബാറിലെ ഫോൾട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്ഷന് എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് പ്രൊട്ടക്ഷന് നമ്മുടെ ബസ് ബാർ പ്രൊട്ടക്ഷന് നമുക്ക് ബസ് ബാറുകൾ കൊണ്ട് മാത്രമല്ല നമുക്കതിനെ പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഐസൊലേറ്റിംഗ് സ്വിച്ചുകൾ വേണം, അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് വേണം, അതിൻ്റെ കണക്ഷൻസൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബസ് ബാറിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സുകളും എന്ത് ചെയ്യേണ്ടതും ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എല്ലാ എക്യുപ്മെൻറ്റ്സുകളും ഓപ്പറേറ്റ് ചെയ്തിട്ട് മാത്രമേ ആ ഡാമേജ് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റിലേ കറക്റ്റായിട്ടുള്ള ഓപ്പറേഷൻ നമുക്കവിടെ നടത്തേണ്ടി വരും. ഓക്കെ, ഇനി ബസ് ബാർ പ്രൊട്ടക്ഷൻ്റെ 2 മേജർ ടൈപ്സ് ആണുള്ളത്. ഓക്കെ, ബസ് ബാർ പ്രൊട്ടക്ഷന് 2 കോമൺ ടൈപ്സ് ആണ്. അതിലൊന്നാമതാണ് നമ്മൾ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, പിന്നെയും കടന്നു വരും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ നമുക്കിവിടെ അറിയാം. നമ്മൾ 2 CT എടുക്കുന്നു, അതിലെ റിലേയിലെ ഓപ്പറേറ്റ് ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങൾ. ഓക്കെ, വേറൊരു വ്യത്യാസമില്ല, കറണ്ടിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് ഓർത്തതിന് മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയാണ് വരുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, സെക്കൻഡ് ഫോൾട്ട് ബസ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഫോൾട്ട് ബസ് പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, നമ്മളൊരു സബ്സ്റ്റേഷൻ്റെ ഡിസൈനൊക്കെ നോക്കുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് എർത്ത് ഫോൾട്ടുകളാണ് ഉണ്ടാവുക, ശരിയല്ലേ? എർത്ത് ഫോൾട്ടുകളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ എർത്ത് ഫോൾട്ടുകളെ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ എർത്ത് ഫോൾട്ടുകൾ ഉണ്ടാകുന്ന പറഞ്ഞാൽ എർത്തഡ് മെറ്റൽ ബാരിയർ ഉണ്ടാവും അവിടെ അല്ലേ? അപ്പോൾ എർത്ത് മെറ്റൽ ബാരിയർ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഒരു ഫോൾട്ട്, അതിനാണ് നമ്മൾ ഫോൾട്ട് ബസ് എന്ന് പറയും. ഓക്കെ, ഇത് ഈ കണ്ടക്ടറിന് ചുറ്റും എല്ലാ സ്ഥലത്തും അതുണ്ടാവും. ഓക്കെ, അപ്പോൾ കണ്ടക്ടറും എർത്ത് പാർട്ട് നമ്മളൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പം എർത്ത് ഫോൾട്ട് കറണ്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാനുണ്ട്, ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എർത്ത് ഫോൾട്ട് കറണ്ട് ഡയറക്റ്റ്ലി ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഫോൾട്ടിനെ ഡിറ്റക്ട് ചെയ്യണം, എന്നിട്ട് അതിനെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അതിനാണ് നമ്മൾ ഫോൾട്ട് ബസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിലൂടെ ഒരു മെറ്റാലിക് സ്ട്രക്ചറും കൂടി ഉണ്ടാവും, നമ്മുടെ CTയുടെ കൂടെ ഒരു മെറ്റാലിക് സ്ട്രക്ചറും കൂടി ഉണ്ടാവും. അപ്പോൾ ആ മെറ്റാലിക് സ്ട്രക്ചറാണ് നമ്മുടെ ഫോൾട്ട് ബസ് അല്ലെങ്കിൽ ബസ് പ്രൊട്ടക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഡീറ്റെയിൽ അനാലിസിസിന് വേണമെങ്കിൽ നടത്താം, കാരണം ഇതിൽ വേറെ വലിയ പോയിന്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് അനലൈസ് ചെയ്യുന്നതിന് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നില്ല. ഓക്കെ, അടുത്ത അപ്പോൾ അതാണ് ബസ് ബാറിൻ്റെ 2 പ്രൊട്ടക്ഷൻ. ഇനി അടുത്തത് ലൈൻസിൻ്റെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈൻസ്, ട്രാൻസ്മിഷൻ ലൈൻസ് അല്ലെങ്കിൽ ഫീഡേഴ്സ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് അല്ലെങ്കിൽ ഫീഡേഴ്സ്. അപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ലൈൻ പ്രൊട്ടക്ഷനാണ്, അതായത് നമ്മൾ ഫീഡർ പ്രൊട്ടക്ഷനിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം എപ്പോഴും എല്ലാത്തിനും കോണ്ടാക്റ്റ് ആയിട്ടുള്ളതും ഇതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വളരെ അധികമാണ്. അപ്പോൾ പ്രൊട്ടക്ഷനിൽ വരുന്ന ടൈപ്പുകളെന്ന് പറഞ്ഞാൽ ഒന്ന് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ഒന്ന് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനാണ്. ഈ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൻലി ഒരു 33 kV ലൈനുകൾ, അതുപോലെ തന്നെ നമുക്ക് 3 kV ഫീഡറുകൾ, ഇങ്ങനത്തെ ഹൈ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈനുകൾ ഇവരുടെയൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. സിമിലർലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, നമ്മൾ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്ന പൈലറ്റ് വയറാന്ന് പറഞ്ഞു അല്ലേ? പൈലറ്റ് വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള പൈലറ്റ് വയേഴ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഷോർട്ട് ലൈൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 15 കിലോമീറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഉപയോഗിക്കാം. ഇനി അടുത്തത് മൂന്നാമത്തെ കാരിയർ കറണ്ട് പ്രൊട്ടക്ഷനാണ്. ഓക്കെ, കാരിയർ കറണ്ട് പ്രൊട്ടക്ഷൻ.
കറണ്ട് പ്രൊട്ടക്ഷൻ്റെ പ്രത്യേകത വെച്ചാൽ പൈലറ്റ് വയറിൻ്റെ ആവശ്യമില്ല. അതൊക്കെയാണ് ചോദിക്കുക, സിമ്പിൾ ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുള്ളൂ. പൈലറ്റ് പ്രൊട്ടക്ഷനിലെ ഫാസ്റ്റ് ഓപ്പറേഷനാണ്. 110 kV മുകളിലുള്ള ലൈൻസുകളിൽ നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ ഡിസ്റ്റൻസ് റിലേകളാണ്. ഡിസ്റ്റൻസ് റിലേകൾ എന്ന് പറഞ്ഞാൽ ഹയർ വോൾട്ടേജസിന് നമ്മൾ ഫാസ്റ്റർ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഡിസ്റ്റൻസ് റിലേസ്. ഡിസ്റ്റൻസ് റിലേസ് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമ്മുടെ ലൈൻസിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനാണ്. അതാണ് നമ്മുടെ ഐഡിയൽ കണ്ടീഷൻ, അല്ലെങ്കിൽ ഐഡിയൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനാണ്. പക്ഷെ അത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്, കാരണം ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള പൈലറ്റ് വയറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ലെസ് കോസ്റ്റ്ലി മെത്തേഡ്സ് ആയ നമ്മുടെ ഓവർ കറണ്ട് പ്രൊട്ടക്ഷനും കരിയർ കറണ്ട് പ്രൊട്ടക്ഷനും ഡിഫറൻഷ്യൽ ഡിസ്റ്റൻസ് റിലേകളിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷൻ റിലേകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങളായിട്ട് ചിലപ്പോൾ നമ്മുടെ റിലേകളിൽ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടാൽ മനസ്സിലാക്കുക, അത് ഓവർ കറണ്ട് നോൺ ഡയറക്ഷണൽ പ്രൊട്ടക്ഷൻ മെത്തേഡ് ആണ്. അതുപോലെ ഇങ്ങനൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ഡയറക്ഷണൽ പ്രൊട്ടക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു ഇതാണ് കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക അത് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനാണ്. ഇനി ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക അത് ഇമ്പിഡൻസ് ആണ്. ഓക്കെ, അത് ഇമ്പിഡൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ക്ലിയർ? അടുത്തത് ഓക്കെ, അപ്പോൾ ഈ ഫീഡേഴ്സിൻ്റെ പ്രൊട്ടക്ഷനിൽ പറഞ്ഞു ഒരു ടൈപ്പാണ് എന്ത്, ടൈം ഗ്രേഡഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ. ഓക്കെ, ടൈം ഗ്രേഡഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം ഗ്രേഡിങ് ചെയ്യുവാണ്. ഓരോ സമയത്ത് ഓരോ ഓപ്പറേറ്റിംഗ് ടൈം ഏതൊക്കെ ഡിസ്റ്റൻസിൽ, അതായത് ഓരോ ഡിസ്റ്റൻസിലും ഡിസ്റ്റൻസ് വീസസ് ടൈം അല്ലെങ്കിൽ ടൈം വീസസ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ടൈം കുറഞ്ഞു വരുന്ന ഒരു രൂപത്തിലാണ്. ഇപ്പോൾ 5 സെക്കൻഡ് ആണെങ്കിൽ 2.5 സെക്കൻഡ്, ഇത് 1.5 സെക്കൻഡ്, ഇത് 0.5 സെക്കൻഡ് എന്നുള്ള ലെവലിൽ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു ടൈപ്പിനാണ് ടൈം ഗ്രേഡിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടൈം ഗ്രേഡിങ് ഉപയോഗിച്ചിട്ട് ഉള്ള പ്രൊട്ടക്ഷൻ ടൈം ഗ്രേഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടുതലായിട്ടും നമ്മൾ റേഡിയൽ ഫീഡറുകളിലാണ് ഉപയോഗിക്കുക. ഓക്കെ, റേഡിയൽ ഫീഡറുകളിലാണ് ഈ ടൈം ഗ്രേഡിങ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുക എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു ഫോൾട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ കാൺ ബി കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുള്ള ഒരാളാണ് നമ്മുടെ ടൈം ഗ്രേഡർ അല്ലെങ്കിൽ ഓവർ കറണ്ടറിൽ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഗ്രേഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചില്ലേ, ഡെഫിനറ്റ് ഡിസ്റ്റൻസ് റിലേ, അതുപോലെ തന്നെ ഇൻവേഴ്സ് ടൈം ഓവർ കറണ്ട് റിലേ. ഓക്കെ, ഈ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈം ഗ്രേഡ് പ്രൊട്ടക്ഷൻ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പോയിന്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. നിങ്ങൾ കൂടുതൽ ഡിസ്കഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അനാലിസിസിന് നടത്താം എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇത് ആക്ച്വലി ടൈം ഗ്രേഡും ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് ഗ്രേഡഡും ഉണ്ട്. ഓക്കെ, കറണ്ട് ഗ്രേഡഡും ഉണ്ട്, സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ടൈമിന് പകരം ഇവിടെ കറണ്ട് ആവും എന്ന് മാത്രം. ഓക്കെ, സെയിം അനാലിസിസ് തന്നെയാണ്, ടൈമിന് പകരം കറണ്ട് ആവും. ഓക്കെ, ഇനി അടുത്തത് ഈ ടൈം ഗ്രേഡർ കറണ്ടിലെ പ്രൊട്ടക്ഷനിലെ ഒന്നാമത്തെ ടൈപ്പാണ് നമ്മുടെ റേഡിയൽ ഫീഡർ, രണ്ടാമത്തേതാണ് നമ്മുടെ പാരലൽ ഫീഡർ. ഓക്കെ, പാരലൽ ഫീഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സപ്ലൈ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് ഒരെണ്ണം ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഫോൾട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ കണ്ടിന്യൂറ്റി ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. അതുകൊണ്ടാണ് പാരലൽ ഫീഡേഴ്സിലേക്ക് പോകുന്നത്. ഓക്കെ, സപ്ലൈ കണ്ടിന്യൂറ്റി ക്യാൻ ബി മെയിൻറ്റെയിൻഡ്, അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അടുത്തത് മൂന്നാമത്താണ് റിംഗ് മെയിൻ. ഓക്കെ, റിംഗ് മെയിൻ സിസ്റ്റം. അപ്പോൾ റിംഗ് മെയിൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കുറേ സബ്സ്റ്റേഷനുകളെ ഇൻ്റർ കണക്ട്, വേരിയസ് സബ്സ്റ്റേഷൻസ് ആർ ഇൻ്റർ കണക്റ്റഡ്. ഓക്കെ, കുറേ സബ്സ്റ്റേഷനുകളെ നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ഇൻ്റർ കണക്ട് ചെയ്ത് വെച്ച സാധനത്തിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ
അതായത് ഒരെണ്ണം ഫെയിലായാലും നമുക്ക് കണ്ടിന്യൂഷൻ നടത്താൻ പറ്റും. സിമിലർലി വേറെയും കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് റിംഗ് മെയിൻ സിസ്റ്റമാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ സിസ്റ്റമായിട്ട് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ആ ഒരു കാര്യം കൂടിയും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, കുറച്ചുകൂടി റിലയബിൾ ആരാണെന്ന് ചോദിച്ചാൽ റിംഗ് മെയിൻ ആണ് കേട്ടോ. റിലയബിൾ സിസ്റ്റം ആരാണെന്ന് ചോദിച്ചാൽ റിംഗ് മെയിൻ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ കാരിയർ കറണ്ടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. കാരിയർ കറണ്ട് പ്രൊട്ടക്ഷൻ സ്കീമിൽ കറണ്ട് പ്രൊട്ടക്ഷൻ സ്കീം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്? നമ്മുടെ പൈലറ്റ് വയറുകൾ കൂടി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് പൈലറ്റ് വയർ ഇല്ലാത്ത സാധനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരിയർ കറണ്ട് ഇതാണ്. കാരണം ഇവിടെ കാരിയർ കറണ്ട് പ്രൊട്ടക്ഷനോടെ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ നമ്മൾ പവർ ലൈനുകൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വേറെ എക്സ്ട്രാ വയറൊന്നും യൂസ് ചെയ്യുന്നത് നമ്മൾ പവർ ലൈനുകൾ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഓക്കെ, സോ അതാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇതിൽ കുറേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകളാണ്. ഞാൻ പറ്റുവാണെങ്കിൽ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തിട്ട് നമുക്കൊരു സെഷനിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. മേജർലി കുറേ തിയറി പാർട്ടാണ്. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് കൂടുതലും കണ്ടുവരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ തിയറി ആണ് ഇവിടെ മേജർലി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി ഒരു 2 പ്രൊട്ടക്ഷനും കൂടി ഉണ്ട്. നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് അധികം ഡിസ്കഷൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെ നമുക്കൊരു ട്രാൻസ്ഫോമറിൻ്റെ ബക്കോൾസ് റിലേ മാത്രമേ ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അനാലിസിസ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് അനാലിസിസ് നടത്താം. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഓൾട്ടർനേറ്ററിൽ ഫോൾട്ട് ഒക്കർ ചെയ്യാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സം ഇമ്പോർട്ടൻറ്റ് ഫോൾട്ട്സ് ഓൺ ഓൾട്ടർനേറ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫോൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത് ഫെയിലിയർ ഓഫ് യുവർ പ്രൈം മൂവർ. ഓക്കെ, പ്രൈം മൂവർ ഫെയിലിയർ കാരണം ഉണ്ടാവും. അതുപോലെ തന്നെ ഫെയിലിയർ ഓഫ് യുവർ ഫീൽഡ് ഫോൾട്ടുകൾ ഉണ്ടാവും. പിന്നെ ഓവർ കറണ്ട് കാരണം ഉണ്ടാവാം. അതുപോലെ ഓവർ സ്പീഡ് കാരണം ഉണ്ടാവാം. നെക്സ്റ്റ് സ്റ്റേറ്റർ വൈൻഡിങ് ഫോൾട്ട്, അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് കാരണം ഉണ്ടാവും. സിമിലർലി അൺബാലൻസ്ഡ് ലോഡിംഗ് ഒക്കെ കാരണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇതിലുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് മാത്രം പറയാനായിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇതിൽ പ്രൊട്ടക്ഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ സാധാരണ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഓക്കെ, ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തത് ബാലൻസ്ഡ് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ. ഓക്കെ, ബാലൻസ്ഡ് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ. അറ്റ്ലീസ്റ്റ് നെയിംസ് എങ്കിലും ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ഓക്കെ, സ്റ്റേറ്റർ ഇൻ്റർടേൺ പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 പ്രൊട്ടക്ഷനുകൾ ഏതിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ഓൾട്ടർനേറ്ററിൻ്റെ ലെവലിലുള്ള പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്കറിയാം. അത് ട്രാൻസ്ഫോമർ നമ്മൾ സ്റ്റാറ്റിക് ഡിവൈസ് ആണല്ലേ. അപ്പോൾ ട്രാൻസ്ഫോമർ ജനറലി ഓയിൽ ഇമ്മേഴ്സ്ഡ് ആണ്. ഓക്കെ, ഓയിൽ ഇമ്മേഴ്സ്ഡ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ട്രാൻസ്ഫോമറിൽ വരുന്ന ഫോൾട്ടുകളെ കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫോൾട്ട്സ് ഓൺ ട്രാൻസ്ഫോമർ. ഒന്ന്, ഇൻറ്റേർണൽ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട്. ഓക്കെ, ഇൻറ്റേർണൽ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് ഒക്കർ ചെയ്യുന്നത് ബിറ്റ്വീൻ യുവർ ഫേസസ്. ഓക്കെ, ഫേസസ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ഫേസ് ആൻഡ് ഗ്രൗണ്ട്. ഓക്കെ, ഫേസസ് തമ്മിലുണ്ടാവും അല്ലെങ്കിൽ ബിറ്റ്വീൻ യുവർ ഫേസ് ആൻഡ് ഗ്രൗണ്ട് ഇൻറ്റേർണൽ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് ഉണ്ടാവും.
എക്സ്റ്റേണൽ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട്സ് ഒക്കെ അറിയാറുണ്ട്. പിന്നെ ഓവർലോഡിങ് കാരണം ഉണ്ടാവും. അതുപോലെ ഓപ്പൺ സർക്യൂട്ട്സ് ആവുന്നത് കാരണം ഉണ്ടാവും. സിമിലർലി ഓവർ ഹീറ്റിംഗ് കാരണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വൈൻഡിങ്, ഷോർട്ട് സർക്യൂട്ട് വൈൻഡിങ് ഒക്കെ കാരണം എന്ന് പറഞ്ഞാൽ മേജർലി ഇൻറ്റേർണൽ ഫോൾട്ടുകൾ തന്നെയാണ്. ഓക്കെ, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫോൾട്ടുകൾ തന്നെയാണ് ഇതിൻ്റെ മേജർ കാര്യം. പിന്നെ അടുത്തത് ഇൻ്റർ ടേൺ ഫോൾട്ട്. ഓക്കെ, ഇൻ്റർ ടേൺ ഫോൾട്ട് ഒക്കെ ചെയ്യും. പിന്നെ ഓവർ ഫ്ലക്സിങ് കാരണം ഫോൾട്ട് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊട്ടക്ഷൻ ഇതാണുള്ളത്. ഓക്കെ, ഇനി ഏതൊക്കെ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് അവൈലബിൾ. ഓക്കെ, പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് അവൈലബിൾ. ഫസ്റ്റ് മേജറായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഫോൾട്ട്, നമുക്ക് അതാണ് മേജറായിട്ട് പഠിക്കാനും ഉള്ളത്. ഓക്കെ, മേജറായിട്ടുള്ള ഫോൾട്ട് എന്ന് പറയുന്നത് ഡിവൈസാണ് ബക്ക്-ഹോൾസ് ഡിവൈസാണ്. ഓക്കെ, ബക്ക്-ഹോൾസ് റിലേ. ഓക്കെ, ബക്ക്-ഹോൾസ് റിലേ. പിന്നെ അടുത്തത് എർത്ത് ഫോൾട്ട് റിലേ. ദെൻ മൂന്നാമത്തത് ഓവർ കറണ്ട് റിലേ. ദെൻ നാലാമത്തത് ഡിഫറൻഷ്യൽ റിലേ. ഓക്കെ, അതിൽ ബക്ക്-ഹോൾസ് റിലേ ആണ് നമുക്ക് മേജറായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ബക്ക്-ഹോൾസ് റിലേയുടെ ചോദ്യമായിട്ട് ചോദിക്കാം, ഇത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോൾട്ടിനാണോ വരുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ടു പ്രൊട്ടക്ട് യുവർ ഇൻറ്റേർണൽ ഫോൾട്ട്സ് ഓൺലി. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റേർണൽ ഫോൾട്ട്സിന് മാത്രമാണത് ഉപയോഗിക്കുന്നത്. ബക്ക്-ഹോൾസ് റിലേയുടെ ചെറിയൊരു അനാലിസിസ് നടത്താം. ബക്ക്-ഹോൾസ് റിലേ ഫിഗറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. നമുക്ക് ഇതിൽ പഠിക്കേണ്ട പോയിന്റുകൾ ഞാനൊന്ന് നോട്ട് ചെയ്ത് തരാം. ബക്ക്-ഹോൾസ് റിലേ ഫസ്റ്റ് നമുക്കറിയാം, ഒരു ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇതൊരു ഗ്യാസ് ആക്ടിവേറ്റഡ് റിലേ ആണ്. ഓക്കെ, ഗ്യാസ് ആക്ടിവേറ്റഡ് റിലേ ഇമ്മേഴ്സ്ഡ് ഇൻ ഓയിൽ. ഓക്കെ, ദെൻ അടുത്തത് ഇൻറ്റേർണൽ ഫോൾട്ടുകൾ ഓൺലി. ഇൻറ്റേർണൽ ഫോൾട്ട്സിലെ എല്ലാ ഫോൾട്ടും, ഓൾ കൈൻഡ്സ് ഓഫ് ഇൻറ്റേർണൽ ഫോൾട്ട്സ്. ഓക്കെ, ഇൻറ്റേർണൽ ഫോൾട്ട്സിൽ പിന്നെ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഓൾ കൈൻഡ്സ് ഓഫ് ഇൻറ്റേർണൽ ഫോൾട്ട്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ളതാണ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ, ഇതൊക്കെ ചോദ്യങ്ങളാണ്, പ്ലേസ്ഡ് ബിറ്റ്വീൻ യുവർ മെയിൻ ടാങ്ക്. ഓക്കെ, നിങ്ങൾക്ക് ഫിഗർ എടുത്ത് നിങ്ങൾ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഞാനിതിൻ്റെ മേജർ പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. മെയിൻ ടാങ്കിൻ്റെയും കൺസർവേറ്ററിൻ്റെ ഇടയിലാണ് ഇത് വെക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾട്ടിന് അവിടെ ഹീറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഫോൾട്ടിൻ്റെ അവിടെ ഹീറ്റ് ഉണ്ടാവും, അങ്ങനെ ഡീകമ്പോസിഷൻ ഉണ്ടാവും. ഓക്കെ, ഡീകമ്പോസിഷൻ. ഓക്കെ, ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ഡീകമ്പോസിഷൻ ഉണ്ടാവും. അപ്പോൾ കുറേ ഗ്യാസുകൾ പ്രൊഡക്റ്റുകളായിട്ട് വരും. ഓക്കെ, ഗ്യാസ് പ്രൊഡക്ട്സ് വരും. അതിൽ മേജറായിട്ട് വരുന്ന ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് മേജറായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ പിന്നെ ഈ ഫോൾട്ടുകൾ ഒക്കെ ചെയ്യുമ്പോൾ ഒരു അലാറം സർക്യൂട്ട് അടിക്കും. ഒരു അലാറം സർക്യൂട്ട് ഉണ്ടാവും. അത് കാരണം നമുക്കത് ഈസിയായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, മേജർ ഫോൾട്ടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ഗ്യാസുകൾ മെയിൻ ടാങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഓയിൽ പെട്ടെന്ന് വന്നിട്ട് ആ ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ റിലേ കൺസർവേറ്ററിലേക്ക് പോയി അതെന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. ഓക്കെ, അങ്ങനെ ട്രിപ്പ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് സർക്യൂട്ട് ബ്രേക്കർ എന്താവും, ഓപ്പൺ ആവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഒരു സിംപ്ലസ്റ്റ് ഫോമാണ്. ഓക്കെ, സിംപ്ലസ്റ്റ് ഫോമാണ്. പിന്നെ ഇതിൻ്റെ റേറ്റിംഗ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓയിൽ മാസ് ട്രാൻസ്ഫോമർ ഒരു ലെസ് ദാൻ 750 kVA ആണ് കേട്ടോ. 750 kVA സൈസ് ഉള്ളതാണ്. ജനറലി പറയുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 500 kVA ഉപയോഗിക്കാം എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മേജറായിട്ട് ചോദിക്കുക ഈ ഇൻറ്റേർണൽ ഫോൾട്ട്സിൻ്റെ കാര്യം തന്നെയാണ്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ കാണാനായിട്ടില്ല. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതായത് സ്ലോ ഓപ്പറേഷനാണ്. ഓക്കെ, വെരി ഫാസ്റ്റ് എന്നല്ല, സ്ലോ ഓപ്പറേഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോ ഓപ്പറേഷൻ ആണ് വരുന്നത് എന്നുള്ള കാര്യം കൂടി അനലൈസ് ചെയ്യാം. ഓക്കെ,
വേറെ പ്രത്യേകിച്ചുള്ളൊരു ഇതൊന്നുമില്ല, നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് ഈ ഫോൾട്ടുകളാണുള്ളത്. ഇതിൻ്റെ ടൈപ്പുകളാണ്. ഓക്കെ, എർത്ത് ഫോൾട്ട് റിലേ, ഓവർ കറണ്ട് റിലേ, ഡിഫറൻഷ്യൽ റിലേ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഓവർ ഫ്ലക്സിങ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഓവർ ഫ്ലക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ ഫ്ലക്സിങ് പ്രൊട്ടക്ഷൻ കൊണ്ടൊരു പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവർ ഫ്ലക്സിങ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ കോറിനെ യൂസ് ചെയ്യാനുള്ള കാര്യം കൂടി അതിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ഫ്രെയിം ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഫോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഫോൾട്ടല്ല പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട് മേജറായിട്ട് ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് പ്രൊട്ടക്ഷൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഫർദർ നോളജിന് വേണ്ടി കാര്യങ്ങൾ സെർച്ച് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത്യാവശ്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ പാർട്ടുണ്ട്. പ്രൊട്ടക്ഷനൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ പാർട്ടുണ്ട്. ഇനി അതിലുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അനാലിസിസ് നടത്താവുന്നതാണ്. ഓക്കെ, ജനറലി എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും അതുപോലെ തന്നെ പഠിക്കേണ്ടതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏകദേശം നമുക്ക് ഫിനിഷ് ആവും. നമ്മളിനിയിപ്പോൾ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററുകളും കുറേ ലൈനുകൾ എങ്ങനത്തെ ടൈപ്സ് ആണെന്നൊക്കെ പഠിക്കാനുള്ളത്, അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.